വലിയ മൂല്യച്യുതി വിദ്യാർത്ഥികൾ ഉണ്ടായി, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ്. അപ്പോ നാട്ടിൽ വരുന്ന എല്ലാ അരാജകത്വത്തിന്റെയും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സിനിമയാണ്. ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ സിനിമ കൊള്ളാത്ത, അതെന്ന് പറഞ്ഞാൽ കുറെ റീൽസ് വന്നാലാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കഥ മുഴുവനും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം മനസ്സിലാക്കാം. നമ്മളൊരു മണിക്കൂർ റീൽസ് കണ്ടാലും അതും 10,000 റീൽസ് ഉണ്ടെങ്കിലും പലതും മനസ്സിൽ നിൽക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ 2024ലേക്ക് 25ലേക്ക് നമ്മൾ എത്തുമ്പോൾ 2024 സ്റ്റഡി അനുസരിച്ച് അത് വെറും 8 സെക്കൻഡ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്തൊരു ജനറേഷനൊക്കെ തീരെ തെറിച്ചു പോയി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഭാഷ പറയാം. അത് വളരെ ബ്രൂട്ടലായിട്ടുള്ള കില്ലിങ്ങുകൾ, റേപ്പുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ കാണുന്ന കുട്ടികൾ അവരെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് റീലോ സ്റ്റോറി ആയിട്ട് വരുള്ളൂ. ഒരു മില്ലി സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് 3 ലക്ഷത്തിലധികം പുറത്തുനിന്ന് ഇമ്പൾസസ് വരുന്നുണ്ട് എന്നാണ് കണക്ക്. അതേസമയം ആത്മീയതയുടെ പൊതുവിലുള്ള സ്വഭാവം അത് വിരക്തിയിൽ ആരംഭിച്ച് അതിരുകളില്ലാത്ത രസത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നില്ല. ചൂട്ട് ലേശം ചൂടുള്ള വർത്താനം എന്ന നമ്മുടെ ചർച്ചാ സംഗമം ആരംഭിക്കുകയാണ്. വിഷയം റീൽ അല്ല റിയൽ ലൈഫ് എന്നതാണ്. റീലുകൾ എന്ന ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റായി മാറിയ ഈ ഒരു സംഗതിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പരിവർത്തിക്കപ്പെട്ട് വന്നത്, അത് പ്രാഥമികമായിട്ട് സമൂഹത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് എന്നതിൽ നിന്ന് നമുക്ക് ചർച്ച തുടങ്ങാം. മാഷ് തുടക്കം കുറിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റീലുകൾ സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേക പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ടിക്ടോക്കിലാണ് ആദ്യമായിട്ട് ഷോർട്ട് വീഡിയോസ് എന്നുള്ള നിലക്ക് പലതും മുന്നോട്ട് വരികയും അത് മറ്റുള്ളവർ അങ്ങനെ അനുകരിക്കുകയും ഈവൻ വാട്സപ്പിൽ വരെ സ്റ്റാറ്റസ് എന്നുള്ള നിലയിലേക്ക് റീൽസുകൾ വേറൊരു തരത്തിൽ വരെ എത്തിയ ഒരു സമയത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരുപാട് നെഗറ്റീവായിട്ട് ഈ റീൽസ് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അഡോളസൻ്റ് ഏജിലുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ റീൽസിന് അടിമപ്പെട്ടിരിക്കുന്നത്. അവർ റീൽസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുകയും എന്നാൽ ഒരിക്കലും യാഥാർത്ഥ്യമാവാൻ പോവാത്ത കാര്യങ്ങൾ വരെ, സാധിക്കാത്ത കാര്യങ്ങൾ വരെ അത് ശരിയായിരിക്കാമെന്ന് വിചാരിച്ച് അന്ധമായ രീതിയിൽ അങ്ങനെ അതിനെ അനുകരിച്ച് പല അബദ്ധങ്ങളും ഈവൻ മരണങ്ങൾ വരെ നടക്കുന്ന ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബിനികൾ ബന്ധങ്ങളിൽ വെള്ളിലുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും, അതേപോലെ രഹസ്യമാക്കി വെക്കേണ്ട, കുടുംബത്തിൽ രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും പരസ്യമാക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിലെ മുതിർന്ന ആളുകളെ, അതോറിറ്റികളെയൊക്കെ ബഹുമാനിക്കേണ്ട സംഗതികളെയൊക്കെ ബഹുമാനിക്കാത്ത ഒരു സിറ്റുവേഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളാണ് റീൽസ് കൊണ്ട് ഒരു ഭാഗത്തുണ്ടാവുന്നത്. വളരെ ഷോർട്ടായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരുപാട് റീൽസ് ഉണ്ട്, അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ കൂടുതൽ ആളുകൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആളുകൾ പഠിച്ചുവിടുന്ന പല സംഗതികളും അതൊരിക്കലും യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയുള്ള സംഗതികൾ. പക്ഷെ എന്ത് സംഭവിക്കുന്നു, അത് പുതുതലമുറ അല്ലെങ്കിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സത്യമല്ലാത്തവയെ സത്യമാണെന്ന് വിചാരിക്കുക ഒരു പ്രശ്നമാണ്. 2, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നുള്ള ഒരു നിരന്തരം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അടുത്തൊരു ജനറേഷനൊക്കെ തീരെ തെറിച്ചു പോയി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഭാഷ പറയാം, തെറിച്ചു പോയാനവൻ എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ പടച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത. ശരിക്കും ഈ ടിക്ടോക്കുകൾക്ക് മുമ്പ് തന്നെ ഈ സംഗതി ഉണ്ടായിരുന്നെങ്കിലും ടിക്ടോക്ക് 2016 ടിക്ടോക്ക് വന്നതെന്ന് തോന്നുന്നു. ടിക്ടോക്കുകളിലൂടെയാണ് 2018 ടിക്ടോക്ക് വരുന്നത്. ടിക്ടോക്കിലൂടെയാണ് ശരിക്കും ഈ റീൽസ് എന്ന ഒരു സംഗതി വരുന്നത്. അത് പിന്നീട് 2020 ആയപ്പോഴേക്ക് ഇൻസ്റ്റാഗ്രാമും പിന്നെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഫേസ്ബുക്കിലൊക്കെ വന്നു. ആ ഒരു രീതിയിലാണ് ഈ റീൽസുകൾ വന്നത്. ഇപ്പം മാഷ് പറഞ്ഞു തുടങ്ങിയ ഒരു സംഗതി, ഇത് പല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്, പല രൂപത്തിൽ. പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥികളെ
വിദ്യാർത്ഥികളെ ഈ റീലുകൾ ഇത്ര ഷോർട്ട് ടേമിൽ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതിന്റെ പല ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം. അത് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികളുമായി ഇടപഴകി വന്ന ബഹുമാനപ്പെട്ട ഷാമിൽ സാർ സംസാരിക്കും. വിഷയമായിട്ട് പറയാനുള്ളത്, ഞാൻ 5-6 വർഷത്തോളം കോഴിക്കോട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത്. 2018 ജോയിൻ ചെയ്ത് 2019-20 കാലഘട്ടം കോവിഡിന്റെ സമയമാണ്. ഈ കോവിഡിന്റെ സമയം കഴിഞ്ഞ് തിരിച്ചു വന്ന കുട്ടികൾ അവിടെ ക്യാമ്പസിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ കൂടെ മദ്യപിച്ച ലഹരിയിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ കൂടെ ഡാൻസ് ചെയ്തു എന്ന പ്രശ്നത്തിൽ അവിടെ ഒരു അധ്യാപകനെ ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ സ്വാഭാവിക അധ്യാപക സംഘടന ഉണ്ട്. അധ്യാപക സംഘടന ഇത് ചർച്ച ചെയ്തു. ഈ അധ്യാപകനെ വെറുതെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലക്ക്. അപ്പൊ അധ്യാപക സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഇതിലെന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടി ഞങ്ങളൊരു പാരലൽ എൻക്വയറി നടത്തി. മാനേജ്മെന്റിന്റെ എൻക്വയറിക്ക് പുറമെ അന്ന് രാത്രി ആ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ഇദ്ദേഹത്തോടൊപ്പം നൃത്തം ചെയ്തു എന്ന് പറയുന്ന വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ 30-ലധികം ആളുകൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അതായത് ആൺകുട്ടികളുടെ കൂടെ 30ഓളം വിദ്യാർത്ഥിനികൾ അന്ന് മദ്യപിച്ചിരുന്നു. ഇപ്പൊ ക്യാമ്പസിന്റെ പൊതു സ്വഭാവങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം. +2 പല എടുത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടോ. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ ആൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നത് സാധാരണയാണ്, മറ്റ് അടിപിടികൾ, കച്ചറകൾ സാധാരണയാണ്. ചിലപ്പം മദ്യമോ അതിലധികമോ ഉപയോഗിക്കുന്നതൊക്കെ ഒരു സാധാരണവൽക്കരിക്കപ്പെട്ടു പോയ ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ മദ്യപിച്ചു എന്നത് അപൂർവമായി അല്ലെങ്കിൽ ആദ്യമായി കേൾക്കുന്ന ഒരു വിഷയം. അങ്ങനെ തുടർന്ന് ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും വലിയ മൂല്യച്യുതി വിദ്യാർത്ഥികൾ ഉണ്ടായി, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ്. അപ്പൊ ഈ കോവിഡിന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ലോക്ക്ഡൌൺ ആയ സമയത്ത് കൂടുതലായും നമ്മൾ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങി. വിദ്യാർത്ഥികൾക്ക് വളരെ ഫ്രീ ആയിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള ഓൺലൈൻ ക്ലാസിന്റെ പേരിൽ സാഹചര്യം ഉണ്ടായി, സൗകര്യം ഉണ്ടായി. അപ്പം ഈ ഉപയോഗിക്കപ്പെട്ട ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയകൾ കുട്ടികളിൽ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നതിന്റെ റിസൾട്ടാണ് കോവിഡിന് ശേഷം ക്യാമ്പസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു ഉമ്മയെ വെട്ടിക്കൊന്നൊരു കുട്ടിയുണ്ട്. ഇന്നത്തെ ന്യൂസ് കുറെ എണ്ണ നമ്മളിപ്പോ ഇങ്ങനെ വാപ്പാരെയും ഇമ്മാരെയും കൊല്ലുന്ന കുട്ടികളുടെ കഥ കേൾക്കുന്നു. കോഴിക്കോട് അടിവാരത്ത് ഒരു ചെക്കൻ കൊന്നു. അപ്പൊ ഇവരൊക്കെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനിൽ രൂപപ്പെടുന്ന അവന്റെ സ്വഭാവം, പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓൻ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഓൻ എവിടുന്നെങ്കിലും കോപ്പി ചെയ്യപ്പെടുന്നതാണ്. ഇപ്പൊ നമ്മളെ സ്വഭാവം, നമ്മളായിട്ടുള്ള ഇസ്ലാമിക സംസ്കാരം, ഇത് നമുക്ക് എവിടുന്ന് കിട്ടിയതാണ്? നമ്മളെ ചുറ്റുള്ള മനുഷ്യന്മാരെ നിന്ന് കോപ്പി ചെയ്തതാണ്. ക്യാമ്പസുകളിൽ പരസ്യമായിട്ട് മദ്യപാനം കോപ്പി ചെയ്യാനുള്ള അവസരങ്ങളില്ല. ഒരാളെ വെട്ടിക്കൊല്ലുന്ന മൃഗീയമായ ക്രൈമുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒന്നും സറൗണ്ടിങ്സ് അബ്സോർവ് ചെയ്യുന്നില്ല. പിന്നെ അബ്സോർവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ്. അത് കേവലം റീൽസ് മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് കുട്ടികൾ ടെലഗ്രാം വഴി കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ സീരീസുകൾ, ഹൊറർ മൂവികൾ, അതിന്റെ ഷോർട്ട് റീലുകളൊക്കെ നമുക്ക് കാണാം. ചെറിയ സ്റ്റോറികൾ. ഇന്ന് കേരളത്തിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഫിലിം, അത് വളരെ ബ്രൂട്ടലായിട്ടുള്ള കില്ലിങ്ങുകൾ, റേപ്പുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ കാണുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇത് അബ്സോർബ് ചെയ്യും. ഇപ്പൊ നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യം, ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഒരു 1ാം ക്ലാസ് മുതൽ +2 വരെ ഇംഗ്ലീഷ് പഠിക്കണ്ടാവും. പക്ഷെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മളൊരു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലത്ത് ഒരു 3 മാസം നിന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരെ പോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ ഇത് കോപ്പിങ് ആണ്. അപ്പൊ ഈ കോപ്പിങ് വിദ്യാർത്ഥികളിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒരു മനുഷ്യൻ ഏറ്റവും മൃഗീയമായി പോകുന്ന അവസ്ഥയിലേക്കുള്ള കോപ്പിങ് കോവിഡ് കാലങ്ങളിൽ നടന്നു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ അബദ്ധകരമായ സാഹചര്യത്തിലേക്ക് വലിയൊരു തലമുറ എത്തിക്കഴിഞ്ഞു. തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയത്നമാണ്, ചെറിയ പ്രയത്നമൊന്നുമല്ല. ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ ഇതിന്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് വളരെ ഡീപ്പായിട്ട് ഷറഫ് കൂടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ഇടപെടേണ്ട, ഡിസ്കസ് ചെയ്യേണ്ട സബ്ജക്റ്റാണ്. തുടർന്ന് അപ്പോൾ പരിഹാര മാർഗങ്ങളിലേക്ക് നമുക്ക് ചർച്ചയുടെ അവസാനത്തിലേക്ക് വരാം. ഈ റീൽസുകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതി കോപ്പിങ് പറഞ്ഞു.
ആളുകൾ കോപ്പി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റീൽസ് ഉണ്ടാക്കുന്ന വലിയൊരു മാനസിക പ്രശ്നമാണ് കമ്പാരിറ്റീവ് ആങ്സൈറ്റി. അതായത് റീലുകളിൽ കാണുന്ന സംഗതി നമുക്കില്ലല്ലോ എന്നൊരു ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് സംഗതി. ആ സംഗതിയെ കുറിച്ചൊന്ന് സാക്ക്, കാരണം ഈ റീലുകൾ പൊതുവെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള അവരെ കുറച്ച് മൊമെന്റ്സുകൾ മാത്രമാണ് റീലിൽ വരുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ സംഗതിയെ കുറിച്ചൊന്ന്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെയധികം കാലിക പ്രസക്തവും ഒരു സൊല്യൂഷൻ, ഒരു പക്ഷേ അതിന്റെ സൊല്യൂഷനിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രയത്നം വേണ്ടി വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ഈ റീലല്ല റിയൽ ലൈഫ് എന്നുള്ളതിനെ മൊത്തത്തിൽ നമ്മുടെ സ്ക്രീൻ സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് മാറ്റി വായിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളാണ്. കാര്യമായിട്ട് വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ യൂട്യൂബിലും നല്ല വ്യൂവേഴ്സോട് കൂടി ഇൻസ്റ്റഗ്രാമിലും എല്ലാ മേഖലയിലും ഇത് തുടങ്ങിയ കാലം മുതലേ ഏകദേശം 2010 കഴിഞ്ഞ ശേഷമാണ് ഈ സാധനമൊക്കെ വരുന്നത്. അത്ര ചെറുപ്പത്തിലേ ഞാൻ ഇതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. നമ്മൾ മനസ്സിലായ കുറേ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലിപ്പം സിനിമ എന്ന് പറയുന്ന ഒരു സാധനം നോർമലൈസ് ആയിപ്പോയി. സിനിമക്ക് പോകുന്നു, ആൾക്കാർ സ്റ്റോറി ഇടുന്നു, സിനിമക്ക് കുടുംബത്തോടൊപ്പം പോകണ സ്റ്റാറ്റസ് ഇടുന്നു. ആ രീതിയിലേക്ക് നമ്മളെ സംസ്കാരം മാറി. ഈവൻ മുസ്ലിങ്ങളത് പോലും ആ അവസ്ഥയ്ക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നാട്ടിൽ വരുന്ന എല്ലാ അരാജകത്വത്തിന്റെയും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയുടെ സ്വാധീനം നമ്മളെ നാട്ടിലില്ലാത്ത MDMA പോലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു അന്തസ്സാണെന്നും ഉപയോഗിക്കാത്തവരൊന്നിനും പറ്റാത്ത ഒരു സാധനം സിനിമയിൽ കൂടെ നമ്മളെ നാട്ടിൽ വന്ന് അങ്ങനെ അധ്യാപകരെ കയറി പ്രേമിക്കുക, പീഡനങ്ങൾ, കൊല്ലല്, അതിന്റെ പുതിയ രീതികൾ, ഇതൊക്കെ ഈ സിനിമ കൂടെ വന്നതാണ്. അപ്പൊ അതിലുള്ള ഒരു സംഗതി പറഞ്ഞാൽ സിനിമ 2 മണിക്കൂറൊക്കെ ഇരുന്ന് കാണുമ്പോഴാണ് ഈ സംഗതികളൊക്കെ സ്കോപ്പ് ചെയ്യുന്നത്. പക്ഷെ റീല് 30 സെക്കൻഡ് കണ്ടാൽ മതി എന്നുള്ളൊരു പ്രശ്നം. ഓക്കെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന ആ ഒരു സിനിമ സെറ്റപ്പിൽ നിന്നും നമ്മളെ റീല് വന്നതിന് ശേഷം 30-60 സെക്കൻഡിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി. ഇതുകൊണ്ടുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ചില റീലുകൾ, ഞാൻ റീലിങ്ങനെ നിരന്തരം കാണുന്നതാണ്, ചില റീലുകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു 1-2 മണിക്കൂർ ഒരു സിനിമ ചെയ്യേണ്ട വിഷയം ഒരു 60 സെക്കൻഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതാണ് വിഷയം. അപ്പൊ ആളുകളെ തിരക്ക് കൂടി സമയത്തിന് കുറച്ച് ചുരുക്കം വന്ന് ആൾക്കാർ ബിസി ആയപ്പോൾ റീലിലേക്ക് മാറി എന്നുള്ളതാണ്. ഇതിനെ കൊണ്ടുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഈ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പകുതിയിലും താഴെയായി ചുരുങ്ങി എന്നുള്ളതാണ്. ഏതൊരു സംഗതിയിലും അത് ചിലപ്പോൾ മാഷിന് കിട്ടാൻ മതി, പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഫോക്കസ് കുറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഷോറൂമിൽ പോയ മാതിരിയാണ് നമ്മൾ റീലിനെ മനസ്സിലാക്കേണ്ടത്. ഒരു കമ്പനി അതിന്റെ ഷോറൂമിൽ അതിന്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അതുപോലെ ഇൻസ്റ്റഗ്രാമിലുള്ള ഓരോ ആളുകളെയും ഓരോ കമ്പനിയാക്കി കണക്കാക്കിയാൽ അവരെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് റീലോ സ്റ്റോറി ആയിട്ട് വരുള്ളൂ. ഇത് വീട്ടിലിരുന്ന് കാണുന്ന, അതായത് ഈ കൊറോണയ്ക്ക് ശേഷം ടെക്നോളജി വിപ്ലവം നടന്നു കഴിഞ്ഞ് നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് വരെ ഫോൺ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ വരെ വന്നു കഴിഞ്ഞു. വീട്ടിലിരുന്ന് ഇങ്ങനെ നീക്കിയിട്ട് ഇത് കാണുന്ന വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ എൻ്റെ ഹസ്ബൻഡിനെ ഈ രീതിയിൽ കൊണ്ടു നടക്കുന്നില്ല. ഹസ്ബൻഡ് ഇനിയിപ്പോ കുറച്ചൊരു റീലോളിക് ആയിട്ടുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ എൻ്റെ വൈഫിനെ ഇതിനൊന്നും കിട്ടുന്നില്ല. മാത്രല്ല ഹസ്ബൻഡ് ഒരു തന്തവൈബിലാണ്. ഞാൻ അതിലല്ല ഈ ഒരു പിന്നെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് പൊതുവെ ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ ഒരു 8 വർഷത്തേക്ക് ഗ്യാപ്പ് ഉണ്ടാവും. 90കൾക്ക് ശേഷമുള്ള ഈ 8 വർഷം എന്ന് പറഞ്ഞാല് ജനറേഷൻ മില്ലേനിയൽസ് ജെൻ സിയിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണ്. ഇതിൽ വലിയ പ്രശ്നമുണ്ട്. ഈ പിന്നെ പൊതുവെ ഇവരുടെ തമ്മിലുള്ള അന്തരം വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോന്നും ഒന്ന് ഫേസ്ബുക്ക് ജനറേഷൻ ആയിരിക്കും, ഒന്ന് ഇൻസ്റ്റാ ജനറേഷൻ ആയിരിക്കും, കുറച്ചുകൂടി വന്നാല് ഇപ്പോഴുള്ള എന്തായാലും സ്നാപ്ചാറ്റ് ജനറേഷൻ ആയിരിക്കും. ഈ സംഗതി ഇപ്പോ ഇസാഖ് സാറ് സൂചിപ്പിച്ച വലിയൊരു വിഷയം അറ്റൻഷൻ ഓൺ ഇമ്പാക്ട് ഓൺ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞ ഒരു സംഗതി. അതായത് ഇത് കുട്ടികളുടെ അറ്റൻഷനെ, അവരുടെ ഫോക്കസിനെ ഏത് രൂപത്തിൽ ഇത്തരം ചെറിയ സെക്കൻഡുകൾ കണ്ടന്റ് കൊടുക്കുമ്പോൾ അത് സ്ഥിരമായി കാണുന്ന കുട്ടികളെ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ഡോക്ടർ മുസ്തഫ സാറ് സംസാരിക്കും. അതിന് മുമ്പ് കൊടുവള്ളിക്കാരനായ ഒരു ഡോക്ടർ
പ്രിൻസ് സത്താം യൂണിവേഴ്സിറ്റിയിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി എങ്ങനെ എത്തി എന്നൊരു ചെറിയൊരു വിവരണം കൂടിയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കൗതുകം കൂടി ഞങ്ങൾക്കുണ്ട്. അതിനുശേഷം ഈ ഒരു സംഗതി ഇതെങ്ങനെ കുട്ടികളെ ബാധിക്കുന്നു, അവരുടെ അറ്റൻഷൻ സ്പാനിനെ എങ്ങനെയൊക്കെ റീലുകൾ ബാധിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും. ഞാൻ സൈക്കോ പഠിച്ച അതേ കോളേജിൽ വെച്ച് തന്നെയാണ് MSc മൈക്രോബയോളജി ജമാൽ മുഹമ്മദ് കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മൈക്രോബയോളജിയിൽ MScയും കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് പ്രിൻസ് സത്താം അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഇന്റർവ്യൂകൾ നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത് അങ്ങനെ നാട്ടിൽ നിന്നായിരുന്നു ഇന്റർവ്യൂ. നാട്ടിൽ നിന്നായിരുന്നു. നാട്ടില് ഇപ്പം നോർത്ത് ഇന്ത്യയിലായിരുന്നു അന്നൊക്കെ കൂടുതൽ, ഇപ്പോഴും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാലും ചില കുത്തക ഏജൻസികളുണ്ട്, അവരുടെ അടുത്തേക്ക് പൊതുവെ സൗദി മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ഇന്റർവ്യൂകളൊക്കെ പോകുള്ളൂ. അപ്പം അന്ന്, അതായത് ഞാൻ 2011 ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് PhD ആവശ്യമില്ലായിരുന്നു. എനിക്ക് അന്ന് ഉണ്ടായിരുന്നത് MPhilഉം പിന്നെ റിസർച്ചിലുള്ള പരിചയമായിരുന്നു. പിന്നെ ഞാൻ PhD എടുത്തു. പക്ഷേ ഇപ്പോഴ് ഇവിടെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ളവർക്കൊക്കെ ചെയ്യാനുള്ളത്, PG കഴിഞ്ഞവരൊക്കെ നാട്ടിൽ പല സ്കീമുകളുണ്ട് PhD എടുക്കാൻ. അപ്പോൾ അതാത് വിഷയത്തിൽ PhD ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നത് നന്നായിരിക്കും. അപ്പോൾ PhD ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ എൻ്റർ ചെയ്യാൻ മിനിമം PhD അത്യാവശ്യമാണ്. വിദേശികളെ സംബന്ധിച്ചിടത്തോളം PhD ഇല്ലാത്തൊരു പോസ്റ്റ് സൗദി യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്നില്ല. ലെക്ചർ പോസ്റ്റ് ഒക്കെ ഇപ്പോൾ സൗദി വൽക്കരിക്കപ്പെട്ടു. ലെക്ചർ പോസ്റ്റിലേക്ക് ഇപ്പം വിദേശികളില്ല. റീൽസ് അല്ല റിയൽ ലൈഫ് എന്നുള്ള ഈ സബ്ജക്റ്റ് അപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം പൊതുവെ മുമ്പ് നമുക്കറിയാം റീൽ എന്ന് പറയുന്നത്, മുമ്പൊക്കെ റീൽസ് എന്ന് പറയുന്നത് വലിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരുപാട് റീൽസുകൾ ചേർന്ന ആ ഒരു സിലിണ്ടറിക്കൽ ട്യൂബിനായിരുന്നു. എന്ന് ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ സിനിമ കൊള്ളാത്ത, അതെന്ന് പറഞ്ഞാൽ കുറെ റീൽസ് വന്നാലാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കഥ മുഴുവനും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. റീൽ എന്ന് പറയുമ്പോൾ തന്നെ റീൽസിന്റെ ഒരു ഭാഗമേ ഇതുള്ളൂ എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പം ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ജീവിത യാഥാർത്ഥ്യത്തിന്റെ ചെറിയൊരു ഭാഗം പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറ, അല്ലെങ്കിൽ യുവതലമുറ എന്നല്ല, എല്ലാ രീതിയും സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്രയുമേൽ സ്വാധീനിക്കുകയും അതേപോലെ അതേ അവസരത്തിൽ തന്നെ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, മോശമായിട്ടുള്ള ഒരുപാട് എഫക്റ്റ് ഉള്ള ഒരു വലിയൊരു സംഭവമാണ് റീൽസ്. ഇപ്പൊ നിങ്ങളിത് സൂചിപ്പിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കുറെ ഗുണങ്ങളുണ്ട്, സംഭവം ശരി തന്നെയാണ്. പക്ഷേ അതിലേറെ ഒരുപാട് ഫലങ്ങളും കൂടെയാണ് ഇതിനുള്ളത്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ടൊന്ന് പറഞ്ഞത് നമ്മളുടെ ലിസൺ സ്പാൻ കുറയാന്ന് പറയും. അതായത് കൃത്യമായ പഠനങ്ങൾ പറയുന്നത് 2000 ഒരു മനുഷ്യന്, സമൂഹത്തിൽ നിന്നുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും നമ്മൾ എടുത്താൽ, ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റിൽ 2.5 മിനിറ്റ് അതിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കാതെ പറയുന്നത് എന്തോ അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നാണ് 2000. ഇന്ന് ഈ 2024ലേക്ക് 25ലേക്ക് നമ്മൾ എത്തുമ്പോൾ 2024 സ്റ്റഡി അനുസരിച്ച് അത് വെറും 8 സെക്കൻഡ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, നമ്മുടെ നിസ്കാരത്തിലടക്കം ഇത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോ സെറ്റ് ചെയ്ത ഏതോ അൽഗോരിതം അനുസരിച്ച് നമ്മളിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലല്ലോ അടുത്ത് വരുന്നത്. നിങ്ങൾ ഖുർആൻ തന്നെ നോക്കുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ, പക്ഷേ അൽഗോരിതക്കാരൻ സെറ്റ് ചെയ്യാണ്. 2 പ്രാവശ്യം ഖുർആൻ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തിന്റെ ടെൻഡൻസി മറ്റൊന്നിലേക്ക് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം ക്രമേണ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ശരിയാണ് ടിക്ടോക്ക് ചൈനയാണ്, പക്ഷേ ഇതിനൊക്കെ പിന്നിലൊക്കെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഓർമ്മയില്ല. ഈ ഒരു പ്രതിഭാസം വ്യക്തമായി അനുഭവിച്ച ഒരു സംഭവമാണ് ഗാസ വാറിന്റെ സമയം. ഗാസ വാറിന്റെ സമയത്ത് പലരും പല ടിക്ടോക്ക് അടക്കമുള്ള പലതിനെയും പല ഭാഗത്തും നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അമേരിക്കക്കാരനൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചാൽ അൽഗോരിതത്തിൽ ചെറിയ സെറ്റിംഗ് വരുത്തുക ചെയ്തു. ഓക്കെ, മുമ്പൊക്കെ ഗാസ അടിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും ആദ്യമൊക്കെ വരുത്തി, സ്പെല്ലിങ്ങിലൊന്നും കിട്ടാതെ വന്നു. ഇനി ഇപ്പം പണ്ടത്തെ ട്രെൻഡ് എന്തായിരുന്നു പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഒരാൾ ഗാസയുടേത് കണ്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗാസയുടെ തന്നെയാണ് അടുത്ത് വരിക എന്നുള്ള ട്രെൻഡിങ്. അവരെന്ത് ചെയ്തു? ഈ ട്രെൻഡ് ക്രമേണ മാറ്റി. എന്നിട്ട് ഗാസ കാണുന്നവനും എന്ത് ചെയ്യും?
ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളത് അയാളുടെ സ്ക്രോൾ ചോയ്സിലേക്ക് അയാൾ അറിയാതെ വരുന്ന രീതിയിലേക്ക് ആക്കി കൊടുത്തിട്ട് എന്താണ്, അതുപോലും മാറ്റം വരുത്തിക്കൊണ്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം വന്നു. അപ്പം അതൊരു ഈ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രധാന പ്രശ്നമാണ്. ഒന്ന് നമ്മുടെ കൺട്രോളിലല്ലാത്ത അൽഗോരിതം, രണ്ടാമത്തത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ഇതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കുടുംബിനികളെയൊക്കെ ഇത് ബാധിക്കുന്നതിന്റെ വേറൊരു സംഗതി ഫോമോ എന്ന് പറയുന്ന ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ അഥവാ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ, ഇതൊന്നും കണ്ടിയില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകുമോ എന്നൊരു പേടി, ഇങ്ങനൊരു സംഗതി ഇതിന് വലിയൊരു കാരണമാകുന്നുണ്ട് ഇത് കൺസ്യൂം ചെയ്യുന്നതിൽ. അപ്പൊ അതിനെപ്പറ്റി സാറ് ഈ ഫോമോ എന്ന സംഗതിയെ കുറിച്ചും അത് കുടുംബിനികൾക്കിടയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചും ഒന്ന് സംസാരിക്കും. ഇപ്പം നേരത്തെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ റീലർ റൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസം. ഇതും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. നേരെ സാഹിബ് സംസാരിച്ച ആ വിഷയം കൃത്യമായിട്ടൊരു പോയിന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ്സായി മാറുന്ന വല്ലാത്തൊരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ ഒരു വാക്ക് അത് കൂട്ടി വായിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഒരാള് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറവാണല്ലോ ഈ റീൽസ് വരുന്നത്, അത് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റാത്തത്ര, അതായത് അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്ക് അയാളുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന നമ്മളെ NLP-യിലൊക്കെ ഈ അൺകോൺഷ്യസ് മൈൻഡ് അതിന് പാകമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മില്ലി സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് 3 ലക്ഷത്തിലധികം പുറത്തുനിന്ന് ഇമ്പൾസസ് വരുന്ന എന്തുണ്ട് എന്നാണ് കണക്ക്. ഈ 3 ലക്ഷത്തിലധികം വരുന്ന ഇമ്പൾസസ് അല്ലെങ്കിൽ 3 മില്യൺ എന്നും പറയാം, 3 മില്യൺ എന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അത്രയും കൂടുതൽ ഒരുപാട് ഇമ്പൾസസ്. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വെട്ടത്തിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഇദ്ദേഹം കൈ അനക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, അദ്ദേഹം ചിരിക്കുന്നതും അദ്ദേഹം കൂർപ്പിച്ച് നോക്കുന്നതും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് എടുക്കുന്നത് വെറും +or-3 എന്ന 2 or +or- ഒന്നെങ്കിൽ 5 അല്ലെ 1, ഇത്രയും ഇമ്പൾസസ് മാത്രമേ എൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോസസ് ചെയ്തിട്ട് വെക്കുന്നുള്ളൂ കോൺഷ്യസ് ആയിട്ട്. ബാക്കി എല്ലാം അത് അകത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു, ഉള്ളിൽ ജനറലൈസ് ചെയ്തിട്ട് മാറുന്നു. അതായത് എന്തോ ഒരു കാര്യം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് എടുക്കേണ്ടതാണ് എന്ന് തോന്നിക്കുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡ് പലതിനെയും, അതുകൊണ്ടാണ് ഒരു ഉസ്താദിന്റെ എന്തെങ്കിലും ഒരു സഹായാഭ്യർത്ഥന, അത് വേണ്ട അടുത്തത്, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡിസ്ട്രാക്ഷൻസ് കൂടുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ്. 2, ഒരു മണിക്കൂറുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് കേൾക്കാൻ പറ്റുമെന്നുള്ളത് പോസിറ്റീവായിട്ടാണ് പലരും പറയാറുള്ളത്. പക്ഷെ അത് പോസിറ്റീവ് അല്ല. 1 മണിക്കൂർ കൊണ്ട് ഒരു പണ്ഡിതൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലെ ഒരു ലെക്ചറർ നമുക്ക് ലെക്ചർ ചെയ്തു തരുന്നത്, അദ്ദേഹം അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ബേസിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അതിനെ കൃത്യമായിട്ട് വരച്ച് കാട്ടി നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി, വിഷ്വലൈസേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്യുക. നേരെ മറിച്ച് ഇത് ഒരു മിനിറ്റിലേക്ക് ഒതുക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ കാണിക്കും, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറും കാണിക്കും, അവരുടെ പണി കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മണിക്കൂറിന്റെ റീൽസ് കണ്ടാലും അതും 10,000 റീൽസ് ഉണ്ടെങ്കിലും പലതും മനസ്സിൽ നിൽക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഡിസ്ട്രാക്ഷന്റെ കേസിൽ. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം, അത് ഫോമോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമുള്ള വിഷയം, മുമ്പേ ഉണ്ട്. ഇത് ഔട്ടായി പോവോ സമൂഹത്തിൽ നിന്ന് പേടിച്ചിട്ട് ട്രൗസർ കൊടുത്ത ആളുകളെ നമുക്കറിയാം. മാത്രമല്ല ഇവിടെ പല ആളുകളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നത് ഞാൻ തന്തവൈബ് ആയി പോവെന്ന് പേടിച്ചിട്ടാണ്. അങ്ങനത്തെ ആൾക്കാർ. അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു തോന്നല് അത് പുരുഷന്മാരേക്കും കൂടുതൽ ഇത് സ്ത്രീകൾക്കാണുള്ളത്. സ്ത്രീകളാണ് ഈ ഒരു രീതിയിൽ അതിന് അഡിക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമുള്ളത്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സമൂഹത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് അറിയാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്യേണ്ടി വരുമ്പോൾ അബദ്ധങ്ങൾ ഉണ്ടാവുകയും പല രഹസ്യങ്ങൾ വരെ, വീട്ടിലെ ഉള്ളിൽ നടക്കേണ്ട രഹസ്യങ്ങൾ അടക്കം പുറത്തു പോവുകയും കുടുംബം തെറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം സാർ ഇവിടെ മുസവ സാറ് സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്. ഇതിന് പിന്നിലുള്ള അജണ്ടകൾ, ആരാണിത് ഉണ്ടാക്കിയത്, ആരുടെ സംഗതികളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ഇവർക്ക് എന്തെങ്കിലും അജണ്ടകളുണ്ടോ? പ്രത്യേകിച്ചും ഷാമിൽക്കൊക്കെ ഒക്കെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാൻ പറ്റും. നമ്മുടെ യുവാക്കളിലേക്ക് ഇത്തരം ആശയങ്ങളെ സന്നിവേശിപ്പിക്കാൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച സംഗതി, അതോടൊപ്പം തന്നെ മിസ്ഇൻഫർമേഷൻ,
പോസ്റ്റ് ട്രൂത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മിസ്ഇൻഫർമേഷൻ ഏതൊക്കെ രൂപത്തിൽ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഷാമിൽ ഖാൻ സംസാരിച്ചു തുടങ്ങും. ഇതിൽ കാര്യമായിട്ടുള്ളത് കോർപ്പറേറ്റ് ബിസിനസ് അജണ്ടയാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. കാരണം ബേസിക്കലി ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. കോടിക്കണക്കിനാണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ വലിയൊരു പഠന മേഖലനെ രൂപപ്പെട്ടു വന്നു. കാരണം നമ്മൾ ഏത് പ്രൊഡക്റ്റ്, ഇപ്പോൾ ടൂറ് പോകുക എന്ന് പറയുന്നത് വലിയൊരു ട്രെൻഡായി മാറുന്നു സമൂഹത്തിൽ. അതിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന റീലുകളുടെയൊക്കെ പിന്നിൽ ഉള്ളത് പിന്നെ ഏതെങ്കിലും ട്രാവൽസ് കമ്പനി ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം സുന്ദരികളായിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഫ്രീ ആയിട്ട് ലക്ഷദ്വീപ് കൊണ്ടുപോകും. അവളുള്ളത് പറയും, കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടോളൂ എന്ന് പറയും. ഒന്ന് ബിസിനസ് അജണ്ടയാണ് അതിനുള്ളത്. അപ്പൊ നമ്മൾ ഇതിലിങ്ങനെ തോണ്ടുന്നതനുസരിച്ച് നമ്മളുള്ളിൽ അത് പോകാനുള്ള ത്വര ഉണ്ടാക്കുകയും നമ്മൾ അവരുടെ കസ്റ്റമറായി മാറുകയും ചെയ്യും. രണ്ടാമത്തത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം വിരുദ്ധത പൊതുവിൽ എല്ലാത്തിനോടുണ്ട്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പൊതുവിൽ തന്നെയും എല്ലാ ചൂഷണങ്ങൾക്കും എതിരാണ്. ഇപ്പം സംഗീതം എന്ന് പറയുന്ന ഇൻഡസ്ട്രി, ആൽക്കഹോളിക് ഇൻഡസ്ട്രി, ഡ്രഗ് ഇൻഡസ്ട്രി, ഇതൊക്കെ വലിയ ചൂഷണ മേഖലകളാണ്. ഇതിനെ മുഴുവനും റദ്ദ് ചെയ്യുന്നു ഇസ്ലാം സംഗീതത്തിന്റെ പേര്. അതേപോലെ തന്നെ പോൺ ഇൻഡസ്ട്രി, ഈ നീലചിത്രങ്ങൾ അതൊക്കെ വലിയ ഇൻഡസ്ട്രിയാണ്. കൂടി നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്രയും വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളാണ്. ഈ ഇൻഡസ്ട്രികളുടെ താല്പര്യത്തിന് റദ്ദ് ചെയ്യുന്നതാണ് ഇസ്ലാം. ഇപ്പൊ പൊതുവിൽ ബിസിനസ് ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്തായിരിക്കണം? സപ്രസ്ഡ് ആവണം. അപ്പൊ ആ രീതിയിൽ സ്വാഭാവികമായിട്ടും മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളും അൽഗോരിതവും ആ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. സ്വവർഗാനുരാഗം പൊതുവിൽ തന്നെ ഈ റീൽസുകൾ കൂടിയ ശേഷം പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് ഇറയിലാണ് ശരിക്കും LGBTQ എന്ന വാക്ക് പോലും ഇത്ര സുപരിചിതമായത്. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന, ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് ഒക്കെ പറയുന്നത്. അപ്പം ആ സംഗതിയോടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് പോകും. ഇതില് പിന്നെ ഈ ഇപ്പോൾ പറയപ്പെടുന്ന ലൈംഗിക പിന്നെ വലിയ സബ്ജക്റ്റാണ്, ചെറിയ സമയം കൊണ്ട് കഴിയൂല, ചെറുതൊക്കെ അറിയാം. ഈ ക്യാമ്പസുകളിൽ ഞാൻ പറഞ്ഞ ക്യാമ്പസിൽ തന്നെ ഒരു 2 പെൺകുട്ടികൾ തമ്മിൽ, നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ട് പങ്കെടുക്കുന്ന 2 പെൺകുട്ടികൾ തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്ന റീല് അല്ല ഒരു സ്റ്റാറ്റസ് അവിടെ ഇടുന്നു. നമ്മളെ അധ്യാപകരുടെ വലിയ ചർച്ച. ഒരു ചെറിയ ക്യാമ്പസാണ്, NIT പോലുള്ള വലിയ ക്യാമ്പസുകളല്ല. ഇതിന് കൂടുതൽ പിന്നെ ഫെമിലിയർ ആക്കപ്പെടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള 2 കുട്ടികൾ പോയതിനു ശേഷം. ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പെൺകുട്ടി കോഴിക്കോട് എഴുതിയത്. പക്ഷെ അതിന് മുന്നേ സത്യത്തിൽ 2 ലെസ്ബിയൻ കപ്പിൾസ് വളരെ പബ്ലിക്കായിട്ട് പേരാമ്പ്രക്കാർ കോഴിക്കോട് ജില്ലയിലുള്ളവർ തന്നെ ഉണ്ട്. അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവർ എന്താക്കുന്നു? കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതിന് പിന്നിൽ അജണ്ട ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇനി ഇതിനൊരു ചെറിയ സൊല്യൂഷൻ കൂടി ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനൊക്കെ ആകെ ഞാൻ ഒരുപാട് തൊലിപ്പുറത്തുള്ള ചികിത്സകൾ നമ്മൾ ചെയ്തു നോക്കി. അന്ന് ഫലം. ഇപ്പൊ ലഹരിക്കെതിരെ എന്തെല്ലാം ക്യാമ്പയിനുകൾ നടക്കുന്നു. ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ പരിപൂർണമായിട്ടും പരാജയമാണ്. ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ പോയിട്ട് റിസൾട്ട് വളരെ കുറവാണ്. ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ദീനിനെ സമ്പൂർണമായി പരിചയപ്പെടുത്തി അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങള് ഗ്രേസ് വാലി SNECയുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ടൂറ് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ട്. കുട്ടികളൊക്കെ ടൂറിൽ അതും ഇതൊക്കെ ഉണ്ടാക്കല്ലോ എന്നൊക്കെയുള്ള വലിയ പ്രശ്നമായിട്ട് ധൈര്യമല്ല കുട്ടികളെ കൊണ്ടൊരു ടൂറ് പോകാൻ. ഒക്കെ ആൺകുട്ടികളാണ്. നമ്മളെ SNECയുടെ സ്ഥാപനം. അപ്പൊ ഞങ്ങൾ ഇബാദ് ടീമിനെ ബന്ധപ്പെട്ടു. ഇബാദ് ടീം നമുക്കൊരു ഹലാൽ ടൂർ സംഘടിപ്പിക്കണം കുട്ടികളായിട്ട്. അപ്പോൾ റഫീഖ് പറഞ്ഞു നമുക്കത് ചെയ്യാം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നിസ്കരിക്കുന്നു, അടുക്ക് ദീൻ പറയുന്നു, ബെയ്ത്തുകൾ ഓതുന്നു. അവര് ഒരു സ്ഥലത്ത് വെച്ച് സ്ക്വാഡ് വർക്ക് ചെയ്തു. ദാവത്ത് ചെയ്യുന്ന ടീമാണ് SK7. അവര് 2 ഷഹാദത്ത് കുട്ടികൾക്ക് നേരിട്ട് കാണാൻ പറ്റി. അവരുടെ തെർബിയത്തിൽ വെച്ച് 2 ഷഹാദത്ത് കാണാൻ പറ്റി. കുട്ടികൾ അത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. അവര് 2 ദിവസം നിസ്കരിച്ചും നിസ്കരിച്ചും ദിക്റുകൾ ചൊല്ലിയും ഓരോന്നും ഇസ്ലാമികമായ ചര്യയിൽ തന്നെ അങ്ങനെ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ മെല്ലെ മെല്ലെ റിക്കവർ ചെയ്തു. നമ്മൾ റീൽസിന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഡ്രഗ്സിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊന്നും അവരെ ഡിയഡിക്റ്റ് ചെയ്യാൻ പ്രാപ്തമല്ല. അതിനേക്കാൾ രസമുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കാന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം, ഭൗതികമായ എല്ലാ ആസ്വാദനങ്ങളും രസത്തിലാണ് തുടങ്ങുക, വിരക്തിയിലാണ് അവസാനിക്കുക. എല്ലാം അങ്ങനെയാണല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കണ ആദ്യത്തെ പ്ലേറ്റ് ബിരിയാണി നല്ല രസമായിരിക്കും, 2ാമത്തെ പ്ലേറ്റും കുഴപ്പമുണ്ടാവും, 3ാമത്തെ പ്ലേറ്റ് നമുക്ക് ഛർദ്ദിക്കാൻ പറ്റും. അതേസമയം ആത്മീയതയുടെ പൊതുവിലുള്ള സ്വഭാവം അത് വിരക്തിയിൽ ആരംഭിച്ച് അതിരുകളില്ലാത്ത രസത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നില്ല. ഇത് അനുഭവിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രബോധന മേഖലയെ തസവുഫിനെ സജീവമാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എവിടെയോ നല്ലൊരു സൊല്യൂഷനാണ് സമീർ സാർ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സൊല്യൂഷനുകൾ സംസാരിച്ച് നിർത്താൻ നമുക്ക് വലിയ വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അപ്പം ഇസാക്ക ഈ ഒരു സംഗതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് കുറയ്ക്കാം,
എന്നതിൻ്റെ വലിയൊരു സംഗതിയായിട്ട് പറയുന്നത് ഡിവൈസ് ഫ്രീ ടൈം എന്നതാണ്. അപ്പോൾ ആ സംഗതി എങ്ങനെ ഒന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൽ, പ്രത്യേകിച്ചും ഇസാഖ് സാറ് പിന്നെ റമദാൻ വരുന്നത് കൊണ്ട് ഇപ്പോഴേ സോഷ്യൽ മീഡിയ ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് പറയാനുള്ള അർഹത കൂടി ഉണ്ടാവും. അതായത് ഞാനിത് എല്ലാ കൊല്ലവും ചെയ്യുന്ന കാര്യമാണ്. ഏകദേശം ഷഹബാനൊക്കെ തുടങ്ങിയ പകുതിയാകുമ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്യും അക്കൗണ്ടുകൾ മൊത്തം, തപ്പിയാൽ വരെ കിട്ടൂല. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരും. ഞാനതിൽ ഒച്ചയും പടി ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, മുമ്പ് ഞാനൊരു റീൽ ഇട്ട് ഏകദേശം 4.5 ലക്ഷം ആൾക്കാർ ആ റീല് കണ്ടിന്. ആ റീലിൽ ഞാൻ പറയുന്ന കാര്യം, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, ഈ സമയം തീർന്നു പോവാണ്, ഇനി ജീവിതം വരാനില്ലട്ടത്, തീർന്ന റീലിട്ട്. അന്ന് എനിക്ക് 128ഓളം മെസ്സേജുകൾ വന്നു. ഇതിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതം വളരെ ബോറിംഗ് ആണ്, ഈ റീലിലും ഇതൊക്കെ ആൾക്കാർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്, ഇതുപോലൊരു ജീവിതം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൽ ഒരു കുട്ടി വന്നിട്ട് അവൾ ഈ ഡിവോഴ്സ് ആയ സ്റ്റോറി പറഞ്ഞു. അപ്പൊ ഞാൻ ആ കാരണം കേട്ടിട്ട് ഇരുന്ന് ചിരിച്ചു പോയിട്ടു. ഇവർക്കൊരു റീൽ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഏതോ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങാനുണ്ട്, അവിടെ പോകാൻ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് അദ്ദേഹം പോയി, പക്ഷെ റീൽ എടുത്തില്ല. ഈ വിഷയത്തിന് ഒരു ഡിവോഴ്സ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നിരുന്ന് കുറെ ചിരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഈ കൊല്ലത്തിൽ ഇത് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്റെ വിഷയം എന്താ വെച്ചാൽ, 2 ദിവസമെങ്കിലും ഫോൺ എടുത്തിട്ട് നീക്കും. ഇൻസ്റ്റാഗ്രാം കാണൂല, ഫേസ്ബുക്ക് കാണൂല, പിന്നെ ഞാൻ ഇങ്ങനെ നീക്കും. എന്റെ പേരിൽ ഓട്ടോമാറ്റിക് സത്യം കിട്ടും. ഞാൻ ചെയ്യുന്ന കാര്യം വർക്ക് ചെയ്യുന്ന അത്രത്തോളം നമ്മൾ ഇതിന് അഡിക്റ്റീവാണ്. നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ മുള്ളിനെ മുള്ളോണ്ട് എടുക്കുക എന്നുള്ള പദ്ധതിയിൽ പോസിറ്റീവ് ആവും. നമ്മൾ ഇതുപോലുള്ള സംഘടനകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുക, അതിൽ കൂടെ തന്നെ ഇതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ള വഴികൾ ആലോചിച്ചിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച വഴി എന്റെ കാഴ്ചപ്പാട്. അതായത് നമ്മൾ തന്നെ അതിലൂടെ ഇത് റീൽ ഇതാണ്, അതുപോലെ ഇതിന്റെ അജണ്ടകൾ എന്താണെന്നുള്ളത് വെളിച്ചത്ത് വന്ന ആ ഒരു റീല് കാണുമ്പോൾ 10ൽ ഒരാൾ ചിന്തിച്ചാൽ ആ ഒരാൾ രക്ഷപ്പെടും. നേരത്തെ മാഷ് പറഞ്ഞ കാര്യത്തിൽ ഒന്നും കൂടി പറയുകയാണ്, ഇതിൽ ബിസിനസ് മാത്രമല്ല, ഇതിൽ ജിയോ പൊളിറ്റിക്കലും ഇന്റർനാഷണൽ പൊളിറ്റിക്സും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മുമ്പ് എന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ഞാൻ എന്ന് നമ്മളെ നാട്ടിലെ സംഘപരിവാർ അജണ്ടനെ കുറിച്ച് അതിൽ എഴുതുന്നോ, അതിന് ലൈക്ക് കിട്ടൂല, അത് താഴോട്ട് പോകും. അത്രത്തോളം നമ്മളെ ലോകക്രമം മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസ വിഷയത്തെ സൂചിപ്പിച്ചു, പക്ഷെ ആ വിഷയത്തെ പോലും മറികടക്കുന്ന രീതിയിൽ ഗസ വന്നിട്ടുണ്ട്. മാഷ് കൂടി ഒരു സൊല്യൂഷൻ, പ്രത്യേകിച്ചും മീഡിയ ലിറ്ററസി. ഇപ്പൊ നമ്മൾ പോലും അതാണ് സംസാരിക്കുന്നത്. മീഡിയ ലിറ്ററസി എന്നത് എൻ്റെ ഒരു സൊല്യൂഷൻ മാർഗമാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് സാർ ഒന്ന് സംസാരിക്കും, 2 മിനിറ്റ്. അതെ, അതായത് മീഡിയ ലിറ്ററസി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആൾക്കാരെ, അല്ലെങ്കിൽ ഇതിന് ഇപ്പം സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെടുത്ത് അവരാണ് അഡിക്റ്റ് എന്ന് പറയാനില്ല. കാരണം എല്ലാവരെയും ബാധിച്ചൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മീഡിയകളുടെ എന്താണ് പറയാ, ന്യായമായിട്ടുള്ള അതിന്റെ ഉപയോഗം, അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും പ്രധാനപ്പെട്ട ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ ക്യാമ്പയിനിങ്, പിന്നെ നേരത്തെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഒരു ടൂറ് കൊണ്ടുപോയിട്ട്, സാധാരണ നമ്മൾ ടൂറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ടൂറ് സാധാരണ ടൂറിൽ ഉണ്ടാവുന്നതിന്റെ നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്, അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് പ്രായോഗിക തലത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ട് അത് അനുഭവിപ്പിക്കാനുള്ള സാറ് നേരത്തെ അൽഗോരിതത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ നേരത്തെ തങ്ങളോട് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച് നല്ല കൂട്ടുകാരൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം നന്നാനുള്ള വഴി. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലത്ത് പറയേണ്ടി നല്ല അൽഗോരിതങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ. അല്ലെങ്കിൽ കാരണം പ്രത്യേകിച്ച് ഇതിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതി, കുട്ടികളൊക്കെ നമ്മളെ മൊബൈൽ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അൽഗോരിതം എങ്ങനെയാണോ അതാണ് കുട്ടികളുടെയും ബാധിക്കാൻ പോകുന്നത്. അൽഗോരിതം എന്ന് പറയുന്നത് നിലവിൽ ദൈവത്താണ്. ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നല്ല അൽഗോരിതം സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് ഒരു 2 സെക്കൻഡ്, ഒരു 5 അതെ സെക്കൻഡ്. അല്ല, അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായ അൽഗോരിതം അതിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ഒന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾ പ്രത്യേകിച്ചും വീട്ടിലെ മുതിർന്ന ആൾക്കാർ, ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, നമ്മൾ നല്ലത് കാണുകയും ആ കാണുന്നതിൽ തന്നെ പരിമിതമായ രീതിയിൽ കാണുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫോണ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരും, അതല്ലെങ്കിൽ നമ്മളെ കണ്ട് പകർത്തുന്നവർക്കും ആ രീതിയിലൊരു ടെൻഡൻസി വരാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ഡിവൈസിൽ പിന്നെ ആ രീതിയിലേ വരുള്ളൂ, അല്ലെ ആ ഒരു അക്കൗണ്ടിൽ അതേ രീതിയിലേ വരുള്ളൂ. പ്രത്യേകിച്ച് ആൾക്കാർ പറയലുണ്ട്, വാപ്പാനെ കണ്ടുപഠിക്കണം എന്ന് ആരും പറയൂല, എന്നെ കണ്ടുപഠിക്കുന്ന മക്കളോട് പറയൂല, ഓനെ കണ്ടുപഠിക്കുന്ന പറയാ. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും
നിങ്ങൾ കാണുന്നത് കണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അവസാന സൊല്യൂഷനിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ വേറൊരു വഴി നമ്മൾ 3 വർഷമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തുന്നു. അതൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പോലും ഒരുപാട് ആളുകൾ അത്ര നിർബന്ധിക്കാതെ ഇവിടെ കയറിയിരുന്നു ഇത് കേൾക്കുന്നു എന്ന നല്ലൊരു കാര്യമാണ്. അപ്പം ഈ അടുത്ത് അമേരിക്കൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലൂംബർഗിൻ്റെ ഒരു റിപ്പോർട്ട് വന്നു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ട്രംപിനെ അധികാരത്തിലേറ്റിയത് മിക്കവാറും റീൽസുകളോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ആയിരിക്കും. പക്ഷെ സംഭവിച്ചത് അതല്ല. അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് നടത്തിയത് പോഡ്കാസ്റ്റുകളാണ്. ഈ പോഡ്കാസ്റ്റുകൾ പ്രത്യേകിച്ചും മൾട്ടി ടാസ്കിങ്ങിലേക്ക് ആളുകൾക്ക് സാധിക്കുന്ന രൂപത്തിൽ ഈ പോഡ്കാസ്റ്റുകളെ കൊണ്ട് എങ്ങനെ ഈ ഒരു സംഗതിയെ മറികടക്കാം, അത് എത്രത്തോളം ഉപകാരപ്രദമാകുമോ, ഈ ലേശം ചൂടുള്ള വർത്തമാനം എന്ന ഈ ഒരു ചർച്ചകളെ ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലേക്കാക്കി മാറ്റാൻ പറ്റുമോ എന്നതിനെ കുറിച്ചൊക്കെ സാറൊന്ന് സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് മണിക്കൂറുകൾ സംസാരിക്കാനുള്ള ടോപ്പിക്കും പ്രഗത്ഭരായിട്ടുള്ള ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന മുതിർന്നവരുമായിട്ട് ബന്ധപ്പെടുന്ന അക്കാഡമീഷ്യൻസ് ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ മണിക്കൂറുകൾ നമുക്ക് സംസാരിച്ചാലും തീരില്ല. വളരെ ചുരുക്കി പറഞ്ഞാലും ഇത് റീലാക്കാൻ പറ്റാത്തത്ര അത്രയും വലിയ ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് സൊല്യൂഷൻ. ഇതിനെ നീട്ടിപ്പരുത്തി തന്നെ പറയണം. അത് കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കൃത്യമായ ബോധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും നമ്മളുടെ ചിന്ത ഉണർത്തുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ്റെ ഓപ്പോസിറ്റ് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ വളർത്തുന്ന രീതിയിൽ നമുക്ക് ചിന്ത വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ട്രംപിൻ്റെ വിജയത്തിനും മറ്റൊക്കെ കാരണമായ പോഡ്കാസ്റ്റിംഗ് ഉപയോഗിച്ചു എന്ന് പറയുന്നത്. നമുക്കും അങ്ങനെയുള്ള രീതിയിലുള്ള പോഡ്കാസ്റ്റിംഗ് രംഗത്തേക്ക് പോകേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഇരുത്തവും ഈ ഒരു ചൂടുള്ള വർത്തമാനവും നമ്മൾ എത്തുന്നത്. ചൂടാക്കാൻ ചായ എത്തിയിട്ടില്ല, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ KDMFൻ്റെ മീഡിയ വിങ്, പ്രത്യേകിച്ച് നമ്മുടെ സിദ്ര സിനർജി സെൻറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡിയോയിൽ അവിടെ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന ഒരു പോഡ്കാസ്റ്റിംഗ്, അതിൽ മുസ്തഫ സാറിനെ പോലെയുള്ള ആളുകൾ നിരന്തരം നമുക്ക് ഈ വിഷയത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക, കേട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ മെല്ലെ നേരത്തെ പറഞ്ഞ അവയർനെസ് മുതൽ ഓരോന്നും അവയർനെസ്സുകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റും ലിറ്ററസി ആണെങ്കിലും അവയർനെസ് തന്നെയാണ്. ഇസ്ലാമിൻ്റെ സ്വത്വം മനസ്സിലാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും വരിക ചെയ്യുക, അതും അവയർനെസ് തന്നെയാണ്. എല്ലാം. അപ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക്, മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് നീണ്ട സംസാരങ്ങൾ നമുക്ക് സംസാരിക്കാം. അതിനുള്ള ഒരു പോഡ്കാസ്റ്റിംഗ് സംവിധാനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും നമ്മളിൽ തന്നെയുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും നമ്മളൊക്കെ അത് കേൾക്കുന്ന ആളുകളാവുകയും, പ്രത്യേകിച്ച് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്തൊക്കെ ദിക്റിലായിക്കൊണ്ട് തന്നെ നമുക്കിത് കേൾക്കാൻ പറ്റും പലപ്പോഴും. അപ്പോൾ കുറേ പോയിന്റുകൾ അറിയാതെ നമ്മൾ ഉള്ളിലേക്ക് വരികയും നമ്മൾ വിദ്യാസമ്പന്നർ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശേഷം. സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റുമോ? സ്ക്രീൻ ടൈമും കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതിന് ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ അവയർനെസ് വേണം, സ്വന്തമായിട്ട് ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് വേണം. ആദ്യം ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയാന്നുള്ളത് നോക്കിയാൽ നമുക്ക് കിട്ടും. റിപ്പോർട്ട് എല്ലാ ആഴ്ചയിലെയും റിപ്പോർട്ട് ഇദ്ദേഹം തരും, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് തരും. പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? എനിക്ക് ഇപ്പോൾ എത്രയാണുള്ളത്, എവിടേക്ക് എത്തണം എന്നുള്ളൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കുകയും അതിൽ നിന്ന് ഒഴിവാകുകയൊക്കെ ചെയ്യാൻ പറ്റും. പോഡ്കാസ്റ്റ് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അതായത് എയർപോഡ്സ് എന്നതിൽ നിന്ന്, അതായത് കേൾക്കുന്ന റേഡിയോ സംവിധാനം ഉണ്ടല്ലോ, അതുപോലെയുള്ള പുതിയ സംവിധാനമാണ് സ്പോട്ടിഫൈ, ഓഡിബിൾ, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പം വളരെ പ്രചാരത്തിൽ വന്നിരിക്കുന്നതാണ്. അതിപ്പോൾ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റും, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കേൾക്കാൻ പറ്റും, മറ്റു പണികളൊക്കെ എടുക്കുമ്പോൾ ഇത് കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് തല കൊടുക്കേണ്ടാത്ത പല പണികളും എടുക്കും, അന്നേരമൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതിൻ്റെ എതിരായിട്ട് ഇപ്പം നോവലും കഥയും വായിക്കുന്നതിലെ വ്യത്യാസം പറയാറുണ്ട്. നോവൽ ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈകാരികമായ അനുഭവങ്ങളിലൂടെ അയാൾ കടന്നു പോകും. മറ്റേത് നമുക്ക് കേവലം അറിവ് മാത്രമേ കിട്ടും. പക്ഷേ കുറേയൊക്കെ ഇസ്ലാമിൻ്റെ സംഗതികളൊക്കെ അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കുറച്ചുകൂടി ദീർഘമായി സംസാരിക്കേണ്ട സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ഈ സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഈ ബാച്ചിലേഴ്സ് റൂമിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സാധനം, ബാത്റൂമിൽ പോയിട്ട്
ഈ സാധനമായിട്ട് ഇരിക്കും. ഒരിക്കലും ദയവേ നിങ്ങളെ ചെയ്യരുത്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ബാത്റൂമിൽ അങ്ങനെ ഇരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമുണ്ട്. മൂലക്കുരു പോലുള്ള പ്രശ്നങ്ങൾ വരും, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ റീല് നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നൊരു സിനിമയുടെ കട്ടിങ് ആണെങ്കിൽ അടുത്തതൊരു ഖുർആനൊത്താണ് വരിക. വല്ലാഹി സത്യം, കണ്ണിന്ന് വെള്ളം തൂക്കുന്ന ഇവന് ഉള്ളിലിരുന്നിട്ട് ഇത് നീക്കുന്ന സമയത്ത് ഈ ഖുർആനോത്ത് ബാത്റൂമിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്രശ്നമാണ്. ഇത് പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ വന്ന ആരെങ്കിലും ബാത്റൂമിൽ ഇരുന്ന് റീല് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് മുതൽ അത് നിർത്തണം. അത് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എങ്ങനെങ്കിലും പരിശീലിച്ചെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ആ ഒരു കാര്യം തന്നെ വേറൊരു സംഗതി, നമ്മൾ ഇതിങ്ങനെ നീണ്ടു പോകും, നമ്മൾ സംസാരിക്കുകയാണ്, ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കും. ഫുഡ് കഴിക്കുമ്പോൾ ഇത് കാണുന്നതിന്റെ വലിയ പ്രശ്നങ്ങളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച്, വളരെ സീരിയസ് ആയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ പിന്നെ റീല് കണ്ട് ഒളിച്ചോടിപ്പോയവരെ കുറിച്ച്, അങ്ങനെ പല സംഗതികൾ നമുക്ക് സംസാരിക്കാണ്ട്. സമയപരിമിതിയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷത്തേക്ക് സർഗവേദിയും മീഡിയ വിങ്ങും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരുദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊരു പോഡ്കാസ്റ്റ്, KDMF-ൻ്റെതായ ഒരു പോഡ്കാസ്റ്റ്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, അതുവഴി കൊടുക്കുന്ന കുറേ അവയർനെസ്, ഇൽമ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രൂപത്തിലേക്ക് പോവാൻ നമ്മുടെ ഈ ഒരു ചർച്ചാ സംഗമം, നമ്മുടെ ഈ ഇരുത്തം കാരണമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കേട്ടവർക്കും പറഞ്ഞവർക്കും ഒക്കെ ഒറ്റ വാക്കിൽ നന്ദി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.